മാനസികമായിട്ട് ഒത്തിരി സമ്മർദ്ദവും ടെൻഷനും ഒക്കെ പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒത്തിരി എന്താ പറയുന്നത് നമ്മുടെ മൈൻഡ് സോഫ്റ്റ്നെസ് ആക്കാൻ പറ്റിയ ഒരു നല്ല ഒരു അന്തരീക്ഷമാണ്. അത് വിഷാടവേ ഒതളങ്ങ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നവര് ഒതളങ്ങ തിന്നുക. നാടൻ പ്രയോഗം അതൊക്കെ പണ്ടൊക്കെ. അല്ലേ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഒതളങ്ങ. മാങ്ങ പോണൊക്കെ ഇരിക്കും. ആ ഓരോ സ്ഥലത്ത് ഓരോ പേരാ. കമ്മട്ടിക്ക വേറെ അല്ലേ? ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ഇതെന്താ നോക്കട്ടെ. പക്ഷെ എന്നെ ഒരു പാട്ടൊക്കെ ഇട്ടേടവേ. നിങ്ങള് ചുമ്മാ ഈ ഒരുമാതിരി എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ ഇട്ടേ. ഞങ്ങള് വയസ്സന്മാരെ കളിപ്പിക്കാതെ. ആ, നിങ്ങളെക്കാൾ എങ്ങായിട്ടാണല്ലോ ഞങ്ങള് ഇവിടെ കാര്യങ്ങൾ പ്രസന്റ്. ഒരു പാട്ട് പാടിക്കേ. താമരക്കുരുവിക്ക് തട്ടമിട് എന്ന ഗാനവുമായി നമ്മുടെ അനന്ത് നിതിൻ ചേട്ടനും കൂടി ഇരുന്നു. ഇതാ വരുന്നു താമരക്കുരുവിക്ക് തട്ടമിട്. ആ, താമരക്കുരുവിക്ക് തട്ടമിട്. നമ്മുടെ പ്രിയ കഥാപ്രസംഗ ലോകത്തെ കുലപതിയായിരുന്ന വി സാംബശിവൻ സാറിൻ്റെ ചില പാട്ടിലെ ഈരടികളൊക്കെ എൻ്റെ മനസ്സിലോട്ട് ഇപ്പോൾ കടന്നു വരികയാണ്. അത് ഈ ഐഷ എന്ന് പറയുന്ന കഥാപ്രസംഗത്തിനകത്തെ വൈക്കം കായലിൽ ഓളം തെല്ലുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ. അങ്ങോട്ടൊരു ഹൗസ് ബോട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഹൗസ് ബോട്ടിൻ്റെ ഭാവമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വൈക്കം കായലിലോളം തെല്ലുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ, മാരനെ വീരനെ അൻപുറ്റമണിമാരനെ. പരമാർത്ഥം പറയട്ടെ, പാടിയും തുഴഞ്ഞും ആ വള്ളം വന്നെടുത്തത് എൻ്റെ വീടിൻ്റെ സമീപത്താണ്. കളിയായി ഞാനൊന്നു കളിയാക്കി പോയപ്പോൾ കരയുന്നു കനകമേനി, കരയുന്നു കനകമേനി. എന്റുമാ പൊയല്ലാമി എപ്പോഴും നാണിക്കുന്ന കുഞ്ഞുപാവാടക്കാരി, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞുപാവാടക്കാരി. ആയിഷ വിതുമ്പിയാൽ വയ്യനിക്കോർമ്മിക്കുവാൻ ആ ഇളം കുരും നിന്റെ ചേതന ചിലമ്പിയാൽ വയ്യനിക്കോർമ്മിക്കുവാൻ എന്റുമാ പൊയലാമി. 1000 വാവുകൾ കണ്ട കണ്ണിൽ ആവി പുകയുന്ന